ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവകരുണയുടെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണല്ലോ. ഈ ദൈവകരുണയുടെ മാതാവിൻ്റെ തിരുനാൾ മെയ് മാസം 3-ാം തീയതി ശനിയാഴ്ചയാണ്. അതിന് നന്നായിട്ട് നമ്മൾ ഒരുങ്ങാൻ വേണ്ടി നമുക്ക് ഈ 9 ദിവസം നൊവേനയോടുകൂടി അതിന് പ്രത്യേകമായ പ്രാർത്ഥനകളോടുകൂടി നമ്മൾ സ്വർഗത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പം അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രാർത്ഥനകളും ഈ ദിവസങ്ങളിലൂടെ നമ്മൾ അനുയാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ മെയ് മാസം 3-ാം തീയതി ശനിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ നമുക്ക് വലിയൊരു അനുഭവമായി തീരണം. അത് പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അറിയാമല്ലോ, തലശ്ശേരി അതിരൂപതയിലെ മേരിഗിരി ഫൊറോനായിൽ എരുവാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് 2023 ഏപ്രിൽ മാസം 22-ാം തീയതി തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിവന്യ ജോസഫ് പാമ്പ്ളാനി പിതാവ് പ്രത്യേകമായ തൻ്റെ ആഗ്രഹത്തോടെ ദൈവകരുണയുടെ മാതാവിൻ്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്ത് പ്രതിഷ്ഠിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. ആ ദൈവമാതാവിൻ്റെ കരുണയുടെ മണ്ണിൽ നടന്നിരുന്ന അത്ഭുതങ്ങൾ എന്നതുപോലെ ഓരോ വ്യക്തിയിലും അവിടെ വരുവാൻ സാധിച്ചിട്ടുള്ളവരും അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് പല രീതിയിൽ ഈ ദൈവകരുണയുടെ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വലിയ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ അവരിലുണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ തന്നെ സാക്ഷിയാണ്. അപ്പം അതിനാൽ നമുക്ക് ഈ വളരെ വിശ്വാസത്തോടും ഉറച്ച ബോധ്യത്തോടും കൂടെ ദൈവം കരുണയാണ് എന്നുള്ള വലിയ ബോധ്യം, ആ പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് ലഭിച്ച വലിയ കരുണ ഇന്ന് നമുക്കത് പ്രാപിക്കാൻ യോഗ്യമാകണം. നമ്മളെല്ലാം സ്വീകരിക്കണം ആ കരുണ. അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്ന അത് പരിശുദ്ധ അമ്മയാണ്. അത് സ്വർഗം ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. വിശുദ്ധ ഫൗസ്തീനായുടെ ഡയറിയുടെ 604-ാം പേജിലെ 1746-ാം ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകം നിങ്ങൾക്കറിയാം. പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൻ്റെ കരുണ, ഈശോയുടെ കരുണ ഒഴുകിയിറങ്ങി അത് മക്കളിലേക്ക് എത്തണം. ഓരോ മകനിലും മകളിലുമുള്ള ചെളി അല്ലെങ്കിൽ അതിന് പ്രാപ്യമല്ലാത്ത വിധത്തിലൊരു വ്യക്തിയിലുണ്ടെങ്കിൽ അവയെല്ലാം കഴുകി വെടിപ്പാക്കി ഈശോയിലേക്ക് ഈ കരുണ പ്രാപിക്കാൻ യോഗ്യരാകത്തക്ക വണ്ണം അമ്മ അടുപ്പിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് ഈശോയെ എന്നെ കരുണയ്ക്ക്, അവിടുത്തെ കരുണ എന്നിലേക്ക് ഇറങ്ങി വരുവാനും അതുവഴി ഞാൻ പ്രസാദപര അവസ്ഥയിൽ ജീവിച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കാനും അങ്ങനെ സാക്ഷി നൽകുവാനും വരുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ മാതാവിൻ്റെ പൂന്തോട്ടത്തിൽ നടക്കുന്ന ഈ 9 ദിവസങ്ങളിലെ പ്രാർത്ഥനയും ആ ദിവസത്തിൻ്റെ തിരുനാളിൻ്റെ ദിവസവും ഒക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം അതിനുള്ള അനുഗ്രഹവും കൃപയും തരും. മനസ്സുള്ളവർ അതിനുവേണ്ടി എപ്പോഴും ആഗ്രഹിക്കണം, അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നത് ആഗ്നസ് സിസ്റ്റർ ആഗ്നസിൻ്റെ വലിയ ദൗത്യവുമായിട്ടാണ്. സ്വർഗ്ഗമേൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദൗത്യമാണത്. സ്വർഗ്ഗമേൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ചൂലാകാനും ഒരു കനലായിരിക്കാനും അങ്ങനെ വഴികാട്ടിയാകാനും ദൈവം അനുഗ്രഹം കൊടുത്തിരിക്കുക. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നമ്മൾ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ ഈ ദിവസങ്ങളിലൂടെ നമുക്ക് ഒപ്പം സഞ്ചരിക്കാം. അങ്ങനെ വലിയ ഒരു അനുഗ്രഹവും അനുഭവമായി തീരട്ടെ. അങ്ങനെ ആ തിരുനാൾ നമുക്ക് വലിയ ഒരു കൃപയുടെ ഉറവിടമായി തീരണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.